ഓക്കെ, ഇപ്പോൾ ഫോർത്ത് മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇവൻറ്റ് ഹാൻഡിലിംഗ്. ഇവൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇവൻ്റ് എന്ന് നമ്മൾ അറിയണം. എന്താണ് ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവൻ്റ് ഡിസ്ക്രൈബ്സ് ദ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് എ സോഴ്സ്. ഒരു സോഴ്സിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവൻറ്റ്സ് ആർ ജനറേറ്റഡ് അറ്റ്സ് എ റിസൾട്ട് ഓഫ് യൂസർ ഇൻട്രാക്ഷൻ വിത്ത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് കമ്പോണൻറ്റ്. അതായത് ഇവൻ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ യൂസർ ഇൻ്റർഫേസ് ഗ്രാഫിക്കൽ GUI ആയിട്ട് യൂസർ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഒരു ഇവൻ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് GUI എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന സാധനമായിട്ട് നമ്മളുടെ യൂസർ സ്ക്രീനിൽ കാണുന്ന സാധനത്തുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഒരു ഇവൻ്റ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവൻറ്റിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോ, അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യിക്കുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു ഫയലിനകത്ത് എന്തെങ്കിലും കാര്യം റിട്ടേൺ ചെയ്യുന്നതോ, അല്ലെങ്കിൽ എന്താണ് പേജസിനെ സ്ക്രോൾ ചെയ്യുന്നതോ. അപ്പോൾ ഇതെല്ലാം ഒരു ഇവൻ്റാണ്. മൗസ് മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ മൗസിൻ്റെ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട്, അതായത് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് എന്താണ് മൂവിങ് സ്റ്റേറ്റിലോട്ട് മാറുന്നതിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നപ്പോൾ ബട്ടൺ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണ്. ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷനിലോട്ട് ബട്ടൺ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ അതെന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇവൻ്റ് അങ്ങനെ ഒക്കർ ചെയ്യുന്നതിനെയാണ് ഇവൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ആണുള്ളത്, ഫോർഗ്രൗണ്ട് ഇവൻറ്റ്സും ബാക്ക്ഗ്രൗണ്ട് ഇവൻറ്റ്സും. ഫോർഗ്രൗണ്ട് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ്ലി യൂസറും GUIയും ഡയറക്റ്റായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിനെയാണ് ഫോർഗ്രൗണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ എന്താണ്? GUI ആയിട്ട് ഡയറക്റ്റായിട്ട് യൂസർ ഇൻ്റർഫേസ് ചെയ്യുന്നു, അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മൗസിനെ മൂവ് ചെയ്യിക്കുന്നു, പേജിനെ സ്ക്രോൾ ചെയ്യിക്കുന്നു. ഇതൊക്കെ യൂസർ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് GUI ആയിട്ട്. ബാക്ക്ഗ്രൗണ്ട് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണലി നടക്കുന്ന ഇവൻറ്റ്സ്. അതായത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ആ ബട്ടൻ്റെ എന്താണ് അതിനകത്ത് ഇൻറ്റേർണലി നടക്കുന്നത്, അല്ലെങ്കിൽ OSനകത്ത് എന്ത് ചേഞ്ചാണ് നടക്കുന്നത്, അല്ലെങ്കിൽ OSനകത്ത് വരുന്ന എന്തെങ്കിലും ഇൻ്ററപ്റ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർ ഫെയിലിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈം എക്സ്പയർ. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണലി വരുന്ന സ്റ്റേറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻറ്റ്സ് മെയിൻലി 2 ടൈപ്സ് ഉണ്ട്, ഫോർഗ്രൗണ്ട് ഇവൻറ്റ്സും ബാക്ക്ഗ്രൗണ്ട് ഇവൻറ്റ്സും. ഫോർഗ്രൗണ്ട് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂസർ ഡയറക്റ്റായിട്ട് GUIയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഉണ്ടാകുന്ന സ്റ്റേറ്റ് ചേഞ്ചിനെയാണ് ഫോർഗ്രൗണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലി ആ സിസ്റ്റത്തിനകത്ത് വരുന്ന സ്റ്റേറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ആ ജനറേറ്റ് ചെയ്ത ഇവൻറ്റ്സിനെ എല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് ചേഞ്ച് നടത്തണമെങ്കിൽ ആ സ്റ്റേറ്റ് ചേഞ്ചിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടന്നാലല്ലേ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ആവത്തുള്ളൂ. അപ്പോൾ ആ ജനറേറ്റ് ചെയ്ത ഇവൻറ്റിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ഇവൻറ്റ് ഹാൻഡിൽ കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഇവൻറ്റ് ഹാൻഡ്ലർ യൂസ് ചെയ്യുന്നത്. മീൻസ് ഏതൊരു സിസ്റ്റത്തിനകത്താണെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഒരു ഇവൻറ്റ് ഹാൻഡിലറാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. അതായത് ഇവൻറ്റ്സിനെ മാനേജ് ചെയ്യാൻ എല്ലാ സിസ്റ്റത്തിലും എന്തുണ്ട്? ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് ഉണ്ട്. ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് ആയിരിക്കും ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ജാവയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡെലിഗേഷൻ ഇവൻറ്റ് മോഡലാണ്. ജാവയിൽ ഇവൻറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ഡെലിഗേഷൻ ഇവൻറ്റ് മോഡൽ. ഇവൻറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഈ മെക്കാനിസമാണ്, ഇതൊരു സ്റ്റാൻഡേർഡ് മെക്കാനിസമാണ്. ഇതാണ് ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റ്സിനെ എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഡെലിഗേഷൻ ഇവൻറ്റ് മോഡൽ. ഇനി ആ ഇവൻറ്റ് മോഡൽ എന്താണെന്നാണ് പറയുന്നത്. ആ ഇവൻറ്റ് മോഡലിൽ 2 പാർട്ടിസിപ്പൻസ് ആയിരിക്കും ഉള്ളത്, സോഴ്സും ലിസണറും. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ നമ്മളുടെ ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അതിനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ലിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ആ ജനറേറ്റ് ചെയ്ത ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുന്നതാണ് ലിസണേഴ്സ്. അപ്പോൾ സോഴ്സ് എന്താണ്? ഒരു ഒബ്ജക്റ്റിൽ ഒക്കർ ചെയ്യുന്ന ഇവൻറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണോ നമ്മളുടെ ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആ ഒരു സോഴ്സിനെയാണ് അല്ലെങ്കിൽ ആ ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റിൻ്റെ ഇതാണ് സോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ഓഫ് ദ ഒക്കേർഡ് ഇവൻറ്റ്. അതായത് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത ഇവൻറ്റ് എന്താണോ ആ ഒരു ഇവൻറ്റിൻ്റെ
എന്താണ് ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഇവൻറ്റ് ഹാൻഡ്ലറിന് കൊടുക്കുക എന്നുള്ളതാണ് സോഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്താ സോഴ്സ് എന്താ ചെയ്യുന്നത്? സോഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്ത ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ സോഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് സോഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇനി എന്താ ലിസണർ. അപ്പോൾ എന്താ എവിടെ നിന്നാണോ ഏത് ഇവൻറ്റിലാണോ ഇവൻറ്റ് ജനറേറ്റ് ചെയ്തത് ആ ജനറേറ്റ് ചെയ്ത ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഇവൻറ്റ് ഹാൻഡ്ലറിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സോഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് എന്താണ് ലിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇവൻറ്റ് ഹാൻഡിലർ എന്ന് പറയുന്നത്. അതായത് ഇവൻറ്റ് ഹാൻഡിലറിന് സോഴ്സ് അറിയിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സോഴ്സ് ആരെയാണ് അറിയിക്കുന്നത്? ലിസണറിനെയാണ്. ഇങ്ങനൊരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്തു എന്നുള്ള കാര്യം സോഴ്സാണ് ലിസണറിനെ അറിയിക്കുന്നത്. അപ്പോൾ ലിസണറിനെയാണ് നമ്മൾ ഇവൻറ്റ് ഹാൻഡിലർ എന്ന് പറയുന്നത്. അതായത് ലിസണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ജനറേറ്റ് ചെയ്ത ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത് ലിസണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ജനറേറ്റ് ചെയ്ത ഇവൻറ്റ് എന്താണോ ആ ഇവൻറ്റിന് ആപ്റ്റായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് ലിസണറിൻ്റെ ഡ്യൂട്ടി. അപ്പം ഇതിനകത്ത് തന്നെ ഇതിനകത്ത് പറയുന്നത് ലിസണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് ദ റെസ്പോൺസ് ടു ആൻ ഇവൻറ്റ് ജനറേറ്റ് ചെയ്ത ഇവൻറ്റ് എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് ലിസണറിൻ്റെ ഡ്യൂട്ടി. ഫ്രം ജാവ ഇംപ്ലിമെൻറ്റേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ദിസ് ലിസണർ ഈസ് ഓൾസോ ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ എന്താണ് ഈ ലിസണറും ഒരു ഒബ്ജക്റ്റാണ്. അതായത് ലിസണർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ജനറേറ്റ് ചെയ്ത ഇവൻറ്റിന് ആവശ്യമായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് ലിസണറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ലിസണർ ഈസ് വെയിറ്റ് അൺടിൽ ഇറ്റ് റിസീവ് ആൻ ഇവൻറ്റ്. അതായത് ഒരു ഇവൻറ്റ് വരുന്നത് വരെ ലിസണർ വെയിറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം ഒരു ഇവൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ലിസണറായിരിക്കും അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നത്. അതായത് സോഴ്സിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ വരുന്നത് വരെ ലിസണർ വെയിറ്റ് ചെയ്യും. ടിൽ ദ സോഴ്സ് ദ ലിസണർ റിസീവ് ആൻ ഇവൻറ്റ് അല്ലെങ്കിൽ ഇൻറപ്റ്റ് ഫ്രം സോഴ്സ്. ദ ലിസണർ ഈസ് ഹാൻഡിൽ ദ ഇവൻറ്റ് ആൻഡ് ഓൾസോ പ്രോസസ് ദ ഇവൻറ്റ് ആൻഡ് റിട്ടേൺസ്. ക്ലിയർ ആയോ? സോഴ്സിൽ നിന്ന് ഒരു റെസ്പോൺസ് വരുന്നത് വരെ ഇവൻറ്റ് വെയിറ്റ് ചെയ്യും. എപ്പോഴാണോ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഇവൻറ്റ് ലിസണറിന് കിട്ടുന്നത്, ലിസണർ അപ്പം ആ ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. ക്ലിയർ ആയോ? ഈ അപ്രോച്ചിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിനകത്ത് അതായത് ഇൻ്റർഫേസ് ലോജിക് ഈസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം ലോജിക് ദാറ്റ് ജനറേറ്റ് ആൻ ഇവൻറ്റ്. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റിനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് ഈ സോഴ്സിനും ലിസണറിനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കോഡായിരിക്കും. അത് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത ഇവൻറ്റിന് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. In this model, listener need to registered with the source object so that the listener can receive an event notification. അതായത് എപ്പോഴും ലിസണർ സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. എപ്പോഴാണോ ഒരു സോഴ്സിൽ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നത് ആ സമയത്ത് സോഴ്സ് ആണല്ലോ ലിസണറിനെ അറിയിക്കേണ്ടത്. സോ എപ്പോഴും ലിസണർ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം, സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ദിസ് ഈസ് ആൻ എഫിഷ്യൻറ്റ് വേ ടു ഹാൻഡിലിംഗ് ഇവൻറ്റ് ബിക്കോസ് ഓഫ് ദ events notifications are sent only to those listener that want to receive them. അതായത് എപ്പോഴും രജിസ്റ്റർ ചെയ്ത ലിസണേഴ്സിന് മാത്രമേ സോഴ്സുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ലിസണറിന് ഒക്കർ ചെയ്ത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എപ്പോഴും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ലിസണർ സോഴ്സുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ജനറേറ്റ് ചെയ്ത ഇവൻറ്റ്സിനെ ഇവൻറ്റ് ഹാൻഡിലർ ആരാണ്? ലിസണറാണ്. അപ്പോൾ ആ ലിസണർ എന്ന് പറയുന്ന ഇവൻറ്റ് ഹാൻഡിലറിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഒരു ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ഇനി പറയുന്നത്. ലിസണർ എങ്ങനെയാണ് ഒരു ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എ സോഴ്സ് ജനറേറ്റ് ആൻ ഇവൻറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ടു വൺ ഓർ മോർ ലിസണേഴ്സ് രജിസ്റ്റേർഡ് ഇൻ ദ സോഴ്സ്. ഇപ്പോൾ ഒരു സോഴ്സിനകത്ത് ഒരു ലിസണർ മാത്രമായിരിക്കത്തില്ല, ഒന്നിൽ കൂടുതൽ ലിസണേഴ്സ് ഉണ്ടാവും. ആരൊക്കെയാണോ ആ ലിസണറിൽ സോഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ രജിസ്റ്റർ ചെയ്തുള്ള എല്ലാ ലിസണേഴ്സിനും ഇപ്പം നമ്മൾ അറ്റ് എ ടൈമിൽ ചിലപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്യും, ചിലപ്പോൾ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, മൗസ് മൂവ് ചെയ്യിക്കും, അല്ലെങ്കിൽ പേജ്
സ്ക്രോൾ ചെയ്യിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ചെയ്യും. അപ്പോൾ ജനറേറ്റ് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇവൻറ്റിനും ഒരു റെസ്പോൺസ് നമുക്ക് തിരിച്ച് കിട്ടണം. സോ എന്താണ്, സോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവൻ്റ് ഒക്കെ ചെയ്താൽ സോഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ലിസണേഴ്സിനും എന്ത് കൊടുക്കും, എന്താണ്, ആ ഇവൻ്റ് ഒക്കർ ചെയ്തു എന്നുള്ള ഇൻഫോർമേഷൻ ലിസണേഴ്സിന് കൊടുക്കും. എപ്പോഴാണോ ഒരു ലിസണറിന് ഒരു ഇവൻറ്റിനെ കിട്ടിക്കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടിക്കഴിയുന്നത്, ആ സമയത്ത് ലിസണർ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. ഇവൻറ്റ്സ് ആർ സപ്പോർട്ടഡ് ബൈ ദ നമ്പർ ഓഫ് പാക്കേജസ്, ജാവ പാക്കേജസ്. അതായത് ഇവൻറ്റ്സ് എന്തിൽ ഇൻബിൽട്ടാണ്, ഈ പാക്കേജസിൽ ഇൻബിൽട്ടാണ്. നമ്മൾ എന്ത് കോൾ ചെയ്താൽ മതി, നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ പാക്കേജസിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ ഈ സോഴ്സും ലിസണേഴ്സും എല്ലാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ഇവൻറ്റ് ഹാൻഡിലേഴ്സ് എല്ലാം ഓൾറെഡി ഈ പാക്കേജിൽ ഇൻബിൽട്ടാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് എഴുതി കൊടുക്കുകയൊന്നും വേണ്ട. നമ്മളുടെ പാക്കേജിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കേജിൽ എന്തുണ്ടാവും, ഇവൻറ്റ് ഹാൻഡിലേഴ്സ് ഓട്ടോമാറ്റിക്കലി, ഗാർബേജ് കളക്ഷനൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ ഓട്ടോമാറ്റിക്കലി ഇവൻറ്റ് ഹാൻഡിലേഴ്സും ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യാണ്. അപ്പോൾ സോഴ്സ് ഇവൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസണേഴ്സിന് അത് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഇവൻ്റ് ഓഫ് ദ സോഴ്സ് ജനറേറ്റ് ചെയ്ത ഇവൻറ്റിന് ആർക്ക് കൊടുത്തു, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസണേഴ്സിന് കൊടുത്തു. ലിസണേഴ്സാണ് അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി എന്തൊക്കെ ഇവൻറ്റ് ക്ലാസ്സസും ഉള്ളതാണ് പറയുന്നത്. നോക്ക്, ആക്ഷൻ ഇവൻറ്റ്, മൗസ് ഇവൻറ്റ്, കീ ഇവൻറ്റ്, ഐറ്റം ഇവൻറ്റ്, ടെക്സ്റ്റ് ഇവൻറ്റ്, ഇതൊക്കെ നമുക്കറിയാവുന്ന ഇവൻറ്റ്സ് ആണ്. ഈ ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പം ഏതൊക്കെ ലിസണേഴ്സാണ് ഇതിനകത്ത് ഇൻ്റർഫേസ് ചെയ്യുന്നതെന്നുള്ള, ആക്ഷൻ ലിസണർ, മൗസ് ലിസണർ, നോക്ക്, കീ ലിസണർ, ഐറ്റം ലിസണർ, ടെക്സ്റ്റ്, ഇവരൊക്കെ ആയിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ അതുപോലെയാണ് വിൻഡോ ഇവൻറ്റ്, കമ്പോണൻറ്റ് ഇവൻറ്റ്, ഇതൊക്കെ എന്താണ്, ഫോർഗ്രൗണ്ട് ഇവൻറ്റ്സ് ആണ്. നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുന്ന ഇവൻറ്റ്സ് ആണ്. അതിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ എങ്ങനെയാണ് സ്റ്റെപ്സ്, ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനകത്ത് അപ്രോപ്രിയേറ്റ് ഇൻ്റർഫേസും ഉണ്ടാവണം, ക്ലാസ്സും ഉണ്ടാവണം. പിന്നെന്താ, എപ്പോഴും എന്താണ്, ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ സോഴ്സ് ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഇവൻറ്റിനെ ആര് ഐഡൻറ്റിഫൈ ചെയ്യും, സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. സോഴ്സ് എന്ത് ചെയ്യും, സോഴ്സ് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലിസണറിലോട്ട് ഇവൻറ്റ് ജനറേറ്റ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ആർക്ക് പാസ് ചെയ്യും, ലിസണറിന് പാസ് ചെയ്യും. ലിസണർ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻ പെർഫോം ചെയ്തിട്ട് ലിസണർ അതിനെ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള സ്റ്റെപ്സ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യിക്കുമ്പോൾ ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്യും. ഇവൻറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആരറിയും, സോഴ്സ് അറിയും. സോഴ്സ് എന്ത് ചെയ്യും, ഇവൻറ്റ് ജനറേറ്റ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കും, അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസണറിന് കൊടുക്കും. ലിസണർ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഇവൻറ്റിനെ റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ആ ഒരു ഇവൻ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇനി അതിൻ്റെ അടുത്ത് വരുന്ന സോഴ്സ് ഇവൻ്റാണ്. സോഴ്സ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇവൻറ്റ്സ് ഉള്ളു, ബട്ടൺ, ക്ലിക്ക്, ചെക്ക് ബോക്സ്, ചോയ്സ്, ലിസ്റ്റ്, മെനു, സ്ക്രോൾ ബാർ, ടെക്സ്റ്റ് കമ്പോണൻറ്റ്, വിൻഡോ, അതിനകത്ത് വരുന്ന ഇവൻറ്റ് സോഴ്സ് ഓഫ് ഇവൻ്റ് ആണ്. ഇങ്ങനെയാണ് ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സുകൾ, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി എന്താണ് ഇൻ്റർഫേസ് ഇവൻറ്റ്. ഇൻ്റർഫേസ് എന്താണ്, ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർഫേസ് ചെയ്യുന്ന ഇവൻറ്റ്സ്, ആക്ഷൻ ലിസണേഴ്സ്. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ലിസണേഴ്സ്, ആക്ഷന്, അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്പോണൻറ്റ് ലിസണേഴ്സ്, ഫോക്കസ് ലിസണേഴ്സ്, ഐറ്റം ലിസണേഴ്സ്, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ പാക്കേജസ് എല്ലാം ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഏതൊക്കെ ലിസണേഴ്സ് വേണോ അല്ലെങ്കിൽ എന്തൊക്കെ വേണോ അതിന് വേണ്ടിയിട്ടുള്ള പാക്കേജസുകളെല്ലാം നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം എന്താണ്, ഇവിടെ ഒരു ലേബൽ ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുകയാണ്. എന്നിട്ട് ആ ബോക്സിനകത്ത് നമ്മളൊരു ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ തന്നെ ആ ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഡാണിത്. നമ്മളുടെ എത്ര സൈസിലുള്ളതാണെന്നുള്ള ബോക്സിൻ്റെ സൈസ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് എന്താ, സെറ്റ് ലേഔട്ട് എന്ത് ടൈപ്പ് ഓഫ് ലേഔട്ട് വേണം എന്നുള്ളത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ലിസണറിനെ കോൾ ചെയ്യണം. കീ ഒബ്ജക്റ്റ് അല്ലേ, ഇപ്പോൾ കീ അല്ലേ നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം ആഡ് കീ ലിസണറിനെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് എന്താണ് കീ പ്രസ് ചെയ്യുന്ന ഇത് എഴുതണം. കീ റിലീസ് ചെയ്യുന്നത് എഴുതണം.
കീ ടൈപ്പ് ചെയ്യുന്നത് എഴുതണം. 3 ഇവൻറ്റ്സ് ഉണ്ട്. എന്താണ് കീ പ്രസ് ചെയ്യുന്നത്, കീ റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഒരു കീബോർഡിൽ കീ പ്രസ് ചെയ്യത്തില്ലേ, പ്രസ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻറ്റേർണലി അത് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ലിസണർ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കീ പ്രസ് ചെയ്തു എന്നായി ആ കീനെ റിലീസ് ചെയ്യുമ്പം റിലീസ് ചെയ്ത കീയിൽ തന്നെ ആ ഒരു കീ പാഡിൽ അത് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതാണ്. എന്നിട്ട് എന്താ, ആ റിലീസ് ചെയ്ത കീ ഏതാണോ ആ കീനെ ഇവിടെ ഗെറ്റ് ചെയ്യണം. അതിനുശേഷം എന്താ, ഇപ്പം നമ്മൾ റിലീസ് ചെയ്തത് എ ആണെങ്കിൽ ഡബ്ല്യു ആണെങ്കിൽ നോക്ക് ഡബ്ല്യു എന്നുള്ളതായിരിക്കണം നമ്മളുടെ വിൻഡോ ബോക്സിൽ, നമ്മളുടെ ഈ ടെക്സ്റ്റ് ബോക്സിൽ പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത്. കണ്ടോ, ഡബ്ല്യു എന്നുള്ളതായിരിക്കണം അതിൻ്റെ ഔട്ട്പുട്ടിൽ നോക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയുള്ള പാക്കേജസ് എല്ലാം ആദ്യം ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഏത് ടൈപ്പ് ഉള്ള ഇതെല്ലാം ലേബൽ ഫീൽഡും ടെക്സ്റ്റ് ഫീൽഡും ലേബൽ ഫീൽഡും ഏതൊക്കെ ഫീൽഡ് എന്നുള്ള ഫീൽഡും ടെക്സ്റ്റ് ഫീൽഡും ലേബൽ ഫീൽഡുമാണ്. അതിനുശേഷം നമ്മൾ ബോക്സ് വരയ്ക്കേണ്ട സൈസ് എഴുതി അതിൻ്റെ ലേഔട്ട് സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്ത ലേഔട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ, ഇതിനകത്ത് നമ്മൾ കീ ലിസണറാണ്, ദിസ് പോയിൻ്റർ വെച്ച് കീ ലിസണറാണ് നമ്മൾ. ദിസ് പോയിൻ്റർ എന്താണ്, ദിസ് പോയിൻ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ ടൈമിലുള്ള എന്താണ് കീ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൽ എവിടെയാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ക്ലിക്ക് ചെയ്യുന്നിടത്ത് തന്നെ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. എന്നിട്ട് എന്താ, കീനെ പ്രസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം കീനെ ആദ്യം പ്രസ് ചെയ്തും റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത കീനെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള കീ ടൈപ്പ് പാഡ്, കീ ടൈപ്ഡ് എന്ന് പറയുന്ന ഒരു എന്താണ് ഫംഗ്ഷനെ കോൾ ചെയ്തു. അതിനുശേഷം ആ ഒരു ടൈപ്പ് ചെയ്ത കീനെ ഗെറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ അതാണ് ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്തെന്നുള്ള പ്രോഗ്രാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പ്രോഗ്രാം നോക്കി വെച്ചിരുന്നാൽ മതി. ഇവൻറ്റ് ഹാൻഡിലിൻ്റെ പ്രോഗ്രാംസ് നമുക്ക് എഴുതാനുണ്ട്, അതായത് പ്രോഗ്രാം ചെയ്യാനുണ്ട്. അപ്പം ഇത്രയാണ് ഇവൻറ്റ് ഹാൻഡിലറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം ഇതും കൂടെ ആകുമ്പോൾ നിങ്ങളുടെ 4th മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 5th മൊഡ്യൂളിൽ ഷോർട്ട് മൊഡ്യൂളാണ്, അത് നമുക്ക് കവർ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ 4th മൊഡ്യൂൾ. ഓക്കെ, താങ്ക് യു.